അപ്പം ഇന്നിപ്പോൾ ഇതാ പത്തിരിപ്പണി കേട്ടോ നമ്മളോടെ. ഇന്നെന്താ ഞങ്ങൾ പത്തിരിപ്പണി ഇതാ ഏകദേശം കഴിയാറായിക്കണു. ഇന്ന് പത്തിരികളെ നേർച്ചയാണ്. മാസം 17 പള്ളിക്കലേക്ക് പത്തിരി കൊടുക്കണം അസർക്ക് പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് പത്തിരിപ്പണി ചെയ്യണ്ടേ. അപ്പോൾ അതാ കഴിയാറായതാണ് ഇതുകൂടെ ഉള്ളൂ. ഇന്ന് പത്തിരിപ്പണി കഴിഞ്ഞു. തൻ്റെ അവിടെ ചൂടുന്നുണ്ട്. നിങ്ങളെല്ലാവരും നാട്ടിലും അങ്ങനെ പത്തിരി കൊടുക്കൂലേ? എല്ലാവരും കൊടുക്കുന്നതാണ് ഞങ്ങളെ വിശ്വാസം. എല്ലായിടത്തും ഉണ്ടാവും പത്തിരി കൊണ്ടുപോകാ അവിടെ നിന്ന്. അല്ല ചിലയിടത്തൊക്കെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ നമ്മളവിടെ പത്തിരി ഇട്ട് കൊണ്ടുപോകും. അവിടെ ഇറച്ചി പോലെ വെച്ചിട്ടുണ്ട്. ഈ പത്തിരി ചുട്ടിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടും അല്ലേ പത്തിരിയോട് എല്ലാ പേരേക്കും തരും. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ടുള്ള പത്തിരി കേട്ടോ. പതിരിങ്ങൾ നേർച്ചയായിട്ടുള്ള ഇറച്ചിയും പത്തിരിയാണ് ഉണ്ടാക്കണം. അല്ല നമുക്ക് ഇറച്ചി തന്നെയാണ്, ഇറച്ചിയും പത്തിരി തന്നെയാണ് പണി. കൊണ്ടാകാൻ പത്തിരി കറിയൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. പത്തിരി മാത്രമേ കൊണ്ടുപോകുള്ളൂ. എല്ലാ പേരുകളൊന്നും കൊണ്ടുപോകും. പിന്നെ എല്ലാ പേരേക്കും ഇറച്ചിയും പത്തിരി അവിടെ നിന്ന് ഇങ്ങോട്ട് തരും. കറി കൊണ്ടുപോകില്ല, പത്തിരി കൊണ്ടുപോകും. അതേപോലെ പത്തിരി തിരിച്ച് പള്ളിക്കൊന്ന് കൊണ്ടുവരും ചെയ്യും കേട്ടോ. മൗലൂദൊക്കെ കഴിഞ്ഞിട്ട് കറിയും കൊണ്ടുപോകും. അപ്പം ഇനി ഇതൊക്കെ പരത്തി ചുട്ടിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ പത്തിരി കൂടെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊരു അസർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പള്ളിക്ക് പോകും. പള്ളിയിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് പത്തിരി കൊടുത്തേക്കണം കേട്ടോ. പത്തിരി കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്ന് മൗലൂദ് കഴിഞ്ഞിട്ട് പത്തിരി അതുപോലെ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടും കൊടുത്തേക്കും കേട്ടോ. ഏതായാലും ഇനി ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. ചിക്കൻ ഇതാട്ടോ നമ്മൾ വെള്ളത്തിലെടുത്തിട്ടൊക്കെയാണ്. ഫ്രീസറിൽ നല്ല ഐസാണ്. അപ്പോൾ ഐസ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം പറഞ്ഞ് വെച്ചിക്കണം. അപ്പോൾ ഇതാട്ടോ ചിക്കന് പത്തിരിക്കുള്ള ചിക്കൻ കറി വെക്കാനുള്ള ചിക്കൻ അവിടെ കഴുകി വെച്ചുക്കണം. പിന്നെ അത് അതിലേക്കുള്ള തേങ്ങ വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും അതുപോലെ വേപ്പിൻ്റെ ഇല അതിലേക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുക്കണം. പിന്നെ ഇതിൽ വലിയ ജീരകം ഇട്ടുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് അരക്കാം. കറിക്കുള്ള തേങ്ങ തട്ട നമ്മളിവിടെ അരച്ചിക്കണു. പിന്നെ നമ്മളിന്ന് ഉള്ളിവട ഇട്ടുണ്ടാക്കണം. അപ്പോൾ ഉള്ളിവടയ്ക്കുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലിട്ടുക്കണം. അതുപോലെ പൊടികളും ഇട്ടുക്കണം. കടലമാവ് മൈദയൊക്കെ ഇട്ടുക്കണം കേട്ടോ. അതുപോലെ ഇഞ്ചി, ഉള്ളി, മുളക്, വേപ്പിൻ്റെ ഇല, മല്ലിയില, പുതിനയുടെ ഇലയൊക്കെ ഇട്ടുക്കണം കേട്ടോ. ഉപ്പും സോഡാപ്പൊടി. നമുക്കത് മാവ് കൂട്ടാം. കറിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഇതോടെ റെഡിയാക്കി വെച്ചിക്കണു. അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിവടക്കുള്ള മാവൊക്കെ ഇതവിടെ റെഡിയാക്കിക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പിന്നെ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരിപ്പണി നേരത്തെ കഴിഞ്ഞു കേട്ടോ. കാരണം നമ്മൾ പതിരിങ്ങളെ നീർച്ചയായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ പള്ളിക്ക് കൊടുത്തേക്കണം പത്തിരി. അപ്പോൾ അതിന് നേരത്തെ നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആ പണി ഏതായാലും നേരത്തെ കഴിഞ്ഞു. ഇനി പിന്നെ തന്നെ ഞാൻ ഉള്ളിവടക്കുള്ളത് എണ്ണ ഒഴിക്കണം കേട്ടോ. ഏതായാലും ഉള്ളിവട ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി കഴിഞ്ഞാൽ അവിടെ വേഗം കഴിയുമല്ലോ. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ എല്ലാത്തിനോടും നിൽക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ എണ്ണക്കടി ഉണ്ടാക്കണില്ല വിചാരിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ ദിവസേന നമ്മൾ ഈ എണ്ണക്കടി ഉണ്ടാക്കുകയല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും എണ്ണക്കടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ തോന്നി ഇനിയിപ്പോൾ നോമ്പ് തുറക്കണ നേരത്തേക്കാരം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് തോന്നുക. അപ്പോൾ പിന്നെ ഏതായാലും ഉമ്മയും പറഞ്ഞു നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാനിട്ട് ഉമ്മ ഉള്ളിവടക്കുള്ളതൊക്കെ ഒന്ന് കൂട്ടി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ഉള്ളിവട അവിടെ ആയിക്കണം കേട്ടോ. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചുട്ടെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ വന്നു കേട്ടോ. ഇപ്പോൾ മൗലൂദൊക്കെ കഴിഞ്ഞിട്ട് പള്ളിക്കൊന്ന് വന്നിക്കണു. അപ്പോൾ ഏതായാലും നിങ്ങളോട് പറഞ്ഞതല്ലേ. അപ്പോൾ പള്ളിക്കൊന്ന് കിട്ടിയത് നിങ്ങൾക്കും കൂടി കാട്ടിത്തരാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ കവറിൽ ഇറച്ചിക്കറിയാണ്. പിന്നെ നമുക്ക് ഈത്തപ്പഴം കിട്ടിക്കണം കേട്ടോ. പിന്നെ നമ്മളെ പത്തിരി. അപ്പോൾ അത് നമ്മളൊരു വീട്ടിൽ നിന്നുള്ളതല്ല കേട്ടോ. ഒരുപാട് വീട്ടുകളിൽ നിന്ന് ഇതേപോലെ ചുട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് മൗലൂദ് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് എല്ലാവർക്കും ഇങ്ങനെ ഓരി വെച്ച് കൊടുക്കണതാണ് കേട്ടോ ഇത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് കാട്ടിത്തരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഏതായാലും നിങ്ങളോട് പറഞ്ഞതല്ലേ. അപ്പോൾ ഞാനിതാ പത്തിരി പാത്രത്തിലേക്കൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. ഇനി ഏതായാലും ഞാൻ ഈ കറിയൊക്കെ ഒന്ന് ഒഴിക്കട്ടെ. അതുപോലെ നിങ്ങളവിടേക്കൊക്കെ ഉണ്ടോ ഇതുപോലെ പത്തിരി അതുപോലെ ഇങ്ങനെ ഇറച്ചിക്കറിയൊക്കെ? ഉമ്മ പറയണു ചിലരവിടേക്കൊക്കെ ചോറാണെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ നമ്മളിവിടേക്ക് ഇപ്രാവശ്യം പത്തിരി തന്നെയാണ്. ഏതായാലും ഞാനിത് ഈ പാത്രത്തിൽ ഒഴിക്കട്ടെ കേട്ടോ. അപ്പോൾ കറിയൊക്കെ നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അഴിച്ചിട്ട് ഞാൻ ഏതായാലും ഇന്ന് ഞെയിലേക്ക് ഒഴിക്കട്ടെ. ഏതായാലും ഇത് മിക്കവാറും ബീഫ് കറി തന്നെ. കാരണം നമ്മളിവിടെ ചിക്കൻ കറി ഉമ്മ വെക്കാൻ ഇതങ്ങനെ അപ്പുറത്ത് റെഡി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കവറൊക്കെ അവിടെ അഴിച്ച് കിട്ടിക്കണു. ഇനി ഇതൊന്ന് ഞാൻ പാത്രത്തിൽ ഒഴിക്കട്ടെ. അപ്പോൾ ഇപ്രാവശ്യം നമുക്കിത് അടിപൊളി നല്ല ബീഫ് കറി തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നല്ല ചെമ്പിൽ വെച്ച ബീഫ് കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് ഇത് പറഞ്ഞതല്ലേ വിചാരിച്ചിട്ടാണ് അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഈ പാത്രത്തിൽ ഒഴിക്കുകയാണ്. പക്ഷേ ഈ പാത്രത്തിൽ കൊണ്ടില്ല കേട്ടോ. കുറച്ചുകൂടി കവറിലുണ്ട്. അത് ഇനി നമുക്ക് ഏതായാലും വേറൊരു പാത്രത്തേക്ക് നമുക്ക് ഒഴിക്കാൻ വിചാരിച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പള്ളിക്കന്ന് കിട്ടിയത് ബീഫ് കറിയും അതുപോലെ നല്ല പത്തിരി ഈത്തപ്പഴം കേട്ടോ.
അങ്ങനെ ഇതാ ടേബിൾമൊക്കെ ഇതാ എല്ലാതും കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നോമ്പറക്കാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പോൾ എല്ലാ സാധനവും കൊണ്ടു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ തണ്ണിമത്തന്, അതുപോലെ പള്ളിക്കന്ന് കൊടുന്ന ഈത്തപ്പഴമുണ്ട്, അതുപോലെ ഇതാ ബീഫ് കറി, അങ്ങനെയുള്ള പത്തിരി ഒക്കെ ഇതവിടെ കൊടുന്ന് വെച്ചിരിക്കണം കേട്ടോ. ഇത് നമ്മളെ കുടിയിൽ ഉണ്ടാക്കിയ പത്തിരിയാണ്. പിന്നെ അതാ എല്ലാതും ഇവിടെ കൊടുന്ന് ഇങ്ങനെ വെച്ചിക്കണു. പിന്നെ അതാ പള്ളിക്കന്ന് കിട്ടിയ നീർച്ചപ്പത്തിരിയും അതുപോലെ തന്നെ ബീഫുമാണ് കേട്ടോ ഈ ഇരിക്കണത്. അപ്പോൾ അതാ രണ്ടു കറിയും കൂടി ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് ഇവിടെ ടേബിളുമ്പോൾ കൊടുന്ന് വെച്ചു കേട്ടോ. അപ്പം എന്നാൽ ഇനി ഏതായാലും ഇതാ ബാങ്ക് കൊടുക്കാൻ ഒരു 5 മിനിറ്റ് കൊണ്ടേ ഉള്ളൂ കേട്ടോ. അന്ന് ഇനി ഞങ്ങളൊക്കെ ഒന്ന് ഇരിക്കട്ടെ. അങ്ങനെ ഇതാ ബാങ്കൊക്കെ കൊടുത്തതാ ഞങ്ങൾ എല്ലാവരും ഇതാ നോമ്പ് തുറന്നു കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്നപ്പോൾ നമുക്ക് ഇതാ നീർച്ചപ്പത്തിരി ഫസ്റ്റ് തിന്നാന്ന് വിചാരിച്ചിട്ട് ഇതാ നീർച്ചപ്പത്തിരി അതുപോലെ പള്ളിക്കന്ന് കിട്ടിയ ബീഫും ഞങ്ങളിത് എല്ലാവരും കൂടി ഇരുന്ന് തിന്നാണ് കേട്ടോ. നോമ്പ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അതോട് തിന്നു. കാരണം ഒരു 2 പത്തിരിയല്ലേ ഉള്ളൂ, അതോട് തിന്ന് നമുക്കൊന്ന് നീക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ ഉണ്ടാക്കണ ഇറച്ചിയും പത്തിരിയും എന്നിട്ട് തിന്നാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ടേബിളിൽ ഇരുന്നിട്ട് ഇതാ അങ്ങനെ തിന്നാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് ഈ ബീഫ് കറി അറിയുമ്പോൾ ഒരു അടിപൊളി ബീഫ് കറിയൊക്കെ കേട്ടോ നമ്മളെ പള്ളിക്കന്നൊക്കെ കിട്ടുന്നത്. ഈ ചെമ്പിലൊക്കെ വെച്ച ബീഫ് കറിയല്ലേ, നമ്മളൊന്നും വെക്കുമ്പോൾ ഇതുപോലെ ആവില്ല കേട്ടോ. പള്ളിക്കന്നൊക്കെ വെച്ച് ഇങ്ങനെ കിട്ടുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് അവിടെ ഇരുന്ന് ഇങ്ങനെ തിന്നാണ്. അപ്പോൾ ഏതായാലും ബദരീങ്ങളുടെ നീർച്ചയുടെ പത്തിരിയും ഇറച്ചിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഞങ്ങൾ ഇതൊക്കെ ഒന്ന് തിന്നട്ടെ. അപ്പോൾ ഇത് അത്യാവശ്യം കറി ഉണ്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മറ്റേ കറി അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ഈ കറി നോമ്പൊക്കെ തുറക്കൽ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു 2 പത്തിരി തിന്നുകൊണ്ട് വലിയ വിശപ്പില്ല കേട്ടോ. ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ വാട്ടണം കേട്ടോ കറി ഉണ്ടാക്കാനുള്ളത്. ഉള്ളിടൊപ്പം അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് വാങ്ങുന്നതിനാ അറിയാം. ഉരുളക്കിഴങ്ങ് വേഗം വേകാൻ, കാരണം ചിക്കൻ വേഗവും ചെയ്യും, ഉരുളക്കിഴങ്ങ് വേകില്ല. അപ്പോൾ അങ്ങനെ വാട്ടി വെച്ചാൽ എന്താ അറിയാം, ഉരുളക്കിഴങ്ങ് വേഗം വേകും. അതിന് വേണ്ടി ഇങ്ങനെ വാട്ടണം. ഒരു കുക്കറിലാണെങ്കിലും ഇങ്ങനെ വേവിക്കാം കേട്ടോ, വാട്ടിയിട്ട് വെക്കാം. കുക്കറിൽ ഇങ്ങനെ വാട്ടലുണ്ട് നമ്മൾ. ഇനി അടുത്ത് നമുക്ക് തക്കാളി വെക്കണം. അപ്പം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ പത്തിരി തിന്നിട്ടില്ല കേട്ടോ. നീർച്ചപ്പത്തിരി ഒരു 2 തിന്നിക്കണം. അതിപ്പോൾ ഒരു 10 പത്തിരിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ മയിൽ. അപ്പോൾ അത് ഞങ്ങൾ നീർച്ചപ്പത്തിരി അല്ലേ, അപ്പോൾ അത് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത് ഞങ്ങൾ തിന്നു ആ കറിയും കൂട്ടിയിട്ട്. ഇനി നമ്മളിവിടെ ഉണ്ടാക്കിയ പത്തിരി തിന്നണ്ടേ, കറിയായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ ആയിക്കണു. ഇനി ഇതാ അടുത്ത് തേങ്ങ പാരാണ് കേട്ടോ. തേങ്ങക്കഥ വറുത്തരച്ചിട്ട് ഇനി അങ്ങോട്ട് പാരാണ് നമ്മൾ. അങ്ങനെതാ നമ്മളെ കറി പറഞ്ഞു കേട്ടോ. അല്ല തേങ്ങ പറഞ്ഞു. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കണു. ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ പത്തിരി തിന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നണുള്ളൂ അല്ലേ. ഇപ്പം തന്നെ വേണ്ടല്ലോ, എന്താ അഭിപ്രായം? അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിക്കണു. അടിപൊളി കറി. അങ്ങനെ ഇതാ നമ്മളെ കറിയൊക്കെ ഇതവിടെ റെഡി ആയിക്കണു കേട്ടോ. ഇനി ഇതാ ഇപ്പോഴൊന്നും ഞങ്ങൾ ചായ കുടിക്കൂല കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കുള്ളൂ. ഒരു 9 മണി 10 മണിയാകാതെ ഇനി ചായ കുടിക്കൂല കേട്ടോ. എന്തായാലും ഇതിവിടെ ഉണ്ടാക്കി വെക്കുക, കാരണം നമ്മൾ കുറച്ച് നേരത്തെ ആ പത്തിരിയൊക്കെ തിന്നതല്ലേ, നീർച്ചപ്പത്തിരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.